നമസ്കാരം, ബിസ്ലോജിക്സിലേക്ക് സ്വാഗതം. നമസ്കാരം, ബിസ്ലോജിക്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ പേര് എങ്ങനെ ബ്രാൻഡായി മാറുന്നതെന്നും ഒരു ബ്രാൻഡ് ആവണമെങ്കിൽ ഏതൊക്കെ ഘട്ടത്തിലൂടെ കടന്നു പോകണമെന്നും എന്നാണ്. എന്നാൽ ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബിസിനസ് ബാക്ക്ഗ്രൗണ്ടുകളൊന്നും ഇല്ലാതെ ഫ്രഷായി കുറെ ക്യാപിറ്റൽ കൈ കിട്ടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, അവർക്ക് പറ്റാവുന്ന ചില മിസ്റ്റേക്കുകളാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തേത് ലാക്ക് ഓഫ് മാർക്കറ്റ് റിസർച്ച് എന്നുള്ളതാണ്. നമുക്കറിയാം, മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രോസസ്സാണ്. ഷോപ്പുകളിൽ പോലും വലിയ കോമ്പറ്റീഷൻസ് നമുക്ക് കാണാൻ കഴിയും. ബിസിനസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കൃത്യമായ മാർക്കറ്റ് റിസർച്ച് നമ്മൾ നടത്തിയിരിക്കണം. നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എത്രയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എങ്ങനെ പോകുന്നു, അതിന്റെ സർവീസ്, ആഫ്റ്റർ സെയിൽ സർവീസ് എങ്ങനെയാണ് പോകുന്നത്, ഇതെല്ലാം നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം. ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്നുള്ളതും കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. അടുത്തതാണ് സ്കിപ്പിംഗ് ബിസിനസ് പ്ലാൻ. അതായത് കൃത്യമായ ഒരു ബിസിനസ് പ്ലാൻ ഇല്ലാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. പലരും കൃത്യമായ ഒരു എമൗണ്ട് കയ്യിലുണ്ടാവും, പക്ഷെ അവർ ഒരു പ്ലാൻ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു വേഗമായിട്ടുള്ള ഐഡിയയുടെ പുറത്തായിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഗോൾ എന്താണെന്ന് കൃത്യമായി നമുക്കൊരു ധാരണ ഉണ്ടാവണം. അതിലേക്ക് എത്തിച്ചേരാനുള്ള റോഡ് മാപ്പും നമ്മളുടെ ഉണ്ടായിരിക്കണം. വെറുതെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചുമ്മാ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ആ ക്യാഷ് ഡെഡ് മണി ആയി പോകും, അല്ലെങ്കിൽ ലോസിലേക്ക് പോകും. അതുപോലെ തന്നെ പുതുതായി ബിസിനസ് തുടങ്ങുന്നവർ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് ഒരുതരം വൺ മാൻ ഷോ. എല്ലാ കാര്യങ്ങളും താൻ ഒറ്റയ്ക്ക് ചെയ്യുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരു ടീം ബിൽഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ എക്സ്പേർട്ടുകളിൽ നിന്നോ മെന്റേഴ്സിൽ നിന്നോ ഒന്നും ഉപദേശം തേടാതിരിക്കുക. എല്ലാം തന്നിഷ്ടപ്രകാരം തന്റെ ഫോക്കസിൽ മാത്രം നിൽക്കേണ്ടതാണെന്ന രീതിയിൽ ഒറ്റയ്ക്ക് നടത്തുക. ഇതും ഒരു വലിയ മിസ്റ്റേക്കാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് പുവർ മണി മാനേജ്മെന്റ് എന്നുള്ളത്. നമ്മളുടെ പേഴ്സണൽ ഫിനാൻസും ബിസിനസിന്റെ ഫൈനാൻസും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുക എന്നുള്ളത് വലിയ മിസ്റ്റേക്കാണ്. ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നതാണ് ഒരു ബിസിനസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. നമ്മൾക്ക് വരാൻ പോകുന്ന എക്സ്പെൻസുകളെ പറ്റി വലിയ ധാരണയില്ലാതിരിക്കുക, അല്ലെങ്കിൽ വളരെ നിസ്സാരമായി കാണുക, പിന്നീട് ഓവർ സ്പെൻഡ് ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങിക്കൂട്ടുക, ഓവർ എക്സ്പെൻഡിച്ചർ ഓഫീസ് ടൂൾസിലും മറ്റു കാര്യങ്ങളൊക്കെ ഓവറായി സ്പെൻഡ് ചെയ്യുക പ്ലാനിങ്ങുകളില്ലാതെ. ഇതും വലിയൊരു മിസ്റ്റേക്കാണ്. അടുത്തത് പ്രൈസിങ്ങിലെ മിസ്റ്റേക്കാണ്. കോമ്പറ്റീഷനെ അതിജീവിക്കാൻ വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് വളരെയധികം കുറച്ച് വിൽക്കാൻ ശ്രമിക്കും. കൂടുതൽ കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. പക്ഷേ ആദ്യത്തെ ഒരു ബൂമിന് ശേഷം കസ്റ്റമേഴ്സ് ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ്. കാരണം തീരെ കുറഞ്ഞ പ്രൊഡക്റ്റിനെ പറ്റി ആൾക്കാർക്കെല്ലാം ഒരു സ്റ്റിഗ്മ മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് വലിയ പ്രൈസ്, ഓവർ പ്രൈസ്ഡ് ആയിട്ട് നമ്മൾ സാധനം വിൽക്കാൻ ശ്രമിക്കും. പക്ഷെ അതിനുള്ള വാല്യൂ ആ പ്രൊഡക്റ്റിന് ഉണ്ടാവുകയുമില്ല. ഇതും വലിയൊരു മിസ്റ്റേക്കാണ്. ഇനി അടുത്തതാണ് ഇഗ്നോറിംഗ് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ എന്നുള്ളത്. നമുക്ക് എവർക്കും അറിയാം, ഇതൊരു മത്സരത്തിന്റെ കാലഘട്ടമാണ്. വളരെ കൃത്യമായി ഒരു മുട്ടുസൂചിയാണ് നമ്മൾ വിൽക്കുന്നതെങ്കിലും വളരെ കൃത്യമായി, വളരെ അഗ്രസീവായി അതിനെ മാർക്കറ്റ് ചെയ്താൽ മാത്രമേ ലോങ് ലാസ്റ്റിൽ ആ പ്രൊഡക്റ്റ് നിലനിൽക്കുകയുള്ളൂ. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ആൾക്കാർ വാങ്ങും. പക്ഷെ പിന്നീട് ആ സെഗ്മെന്റിൽ നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ വളരെ കണ്ണിങ് ആയി, വളരെ അഗ്രസീവായി കൃത്യമായി മാർക്കറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പ്രൊമോഷൻസ് നടത്തേണ്ടി വരും. അത് ഓഫ്ലൈനും ഓൺലൈനും മറ്റു പല സങ്കേതങ്ങളും നമുക്കുണ്ട്. ഓഫ്ലൈനും ഓൺലൈനും ട്രഡീഷണൽ മെത്തേഡ്സ് ഉൾപ്പെടെയുള്ള എല്ലാം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സങ്കേതങ്ങളുണ്ട്. ഇതിൽ കൂടി എല്ലാം കൃത്യമായി കണ്ണിങ് ആയി, അഗ്രസീവായി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് എലമെന്റിനെ വളരെ നിസ്സാരമായി കാണുന്ന പുതിയ ഓൺടർപ്രണേഴ്സ് ഉണ്ട്. അടുത്ത ഉണ്ടാവാൻ സാധ്യതയുള്ള വലിയൊരു മിസ്റ്റേക്കാണ് ഓവർ എസ്റ്റിമേറ്റിംഗ് റവന്യൂ പ്രൊജക്ഷൻ എന്നുള്ളതാണ്. നമ്മളുടെ ബിസിനസ് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ വലിയ വിജയമായി തീരുമെന്നും അവിടുത്തെ റവന്യൂ നമ്മൾക്ക് റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിൽ നമ്മൾ പ്രൊജക്ട് ചെയ്ത് വെക്കും. അതൊക്കെ അൾട്ടിമേറ്റ്ലി വലിയ നിരാശയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. എവിടുന്നേലും ഒക്കെ പെട്ടെന്ന് ഒരു ഐഡിയ വരും. ആ ഐഡിയ വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങും. നമ്മൾ ഒരു 6 മാസം കഴിയുമ്പോഴേക്ക് ഇത്ര രൂപ, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ, ഇത്ര കോടി രൂപ ലാഭത്തിലേക്ക് നമ്മൾ എത്തുമെന്ന് ഒരു തരത്തിലും റിയലിസ്റ്റിക് അല്ലാത്ത കണക്കുകളും പ്രൊജക്ഷനുമായിട്ട് ചിലർ മുന്നോട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഒരു മിസ്റ്റേക്കാണ് അണ്ടർ എസ്റ്റിമേറ്റിംഗ് കസ്റ്റമർ ബിൽഡിംഗ് പീരീഡ് എന്നുള്ളത്. അതായത് നമ്മൾ വന്ന ഉടനെ നമുക്ക് വലിയ രീതിയിലുള്ള കസ്റ്റമർ ബേസ് ഉണ്ടാവുമെന്നും അവർ പിന്നെ നമ്മുടെ ലോയൽ കസ്റ്റമേഴ്സ് ആയിട്ട് നിൽക്കുമെന്നും അനാദികാലത്തോളം തുടരുമെന്നുള്ള ചില മിഥ്യാധാരണകൾ പല പുതിയ ബിസിനസ്സുകാരിലും കണ്ടുവരുന്നുണ്ട്. നമുക്കൊരു കസ്റ്റമർ ബേസ് ഉണ്ടായി വരണമെങ്കിൽ അതിന് കൃത്യമായ ഒരു ടൈം പീരീഡ് വേണമെന്നുള്ള ബോധ്യം ഒരു പുതിയ ബിസിനസ്സുകാരൻ ഉണ്ടായിരിക്കണം. അടുത്ത ഒരു മിസ്റ്റേക്കാണ് ഇഗ്നോറിംഗ് ഫീഡ്ബാക്സ് എന്നുള്ളത്. അത് പലരും കണ്ടുവരുന്ന ഒരാളാണ്. ഞാൻ ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്റെ ബിസിനസ് ആണ് അൾട്ടിമേറ്റ്, അതിന് പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഉണ്ടാവില്ല, തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. അതായത് നമ്മുടെ എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്ന് പോലും നമുക്ക് കറക്റ്റ് ഫീഡ്ബാക്സ് കിട്ടാം. കാരണം എംപ്ലോയീസ് ആണ് കസ്റ്റമേഴ്സുമായിട്ട് കൂടുതൽ ഡീൽ ചെയ്യുന്ന ആൾക്കാർ. അവിടുന്ന് കിട്ടുന്ന ഫീഡ്ബാക്സ് എംപ്ലോയീസ് തന്നെ പറയാൻ പറ്റും, അല്ലെങ്കിൽ കസ്റ്റമർ ഫീഡ്ബാക്സ് അവർ നമ്മളെ അറിയിക്കും. ഇതിനൊന്നും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തെ കൃത്യമായി അതിന്റെ മെറിറ്റിൽ എടുക്കുകയാണ് ഒരു ബിസിനസ്സുകാരൻ ആദ്യം ചെയ്യേണ്ട കാര്യം. അതുപോലെ തന്നെ പലരും കാണിക്കുന്ന ഒരു തെറ്റാണ് നെഗ്ലക്റ്റിംഗ് ലീഗൽ ആൻഡ് കംപ്ലൈൻസ് ഇഷ്യൂസ് എന്നുള്ളത്. ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതോറിറ്റീസിന്റെ കയ്യിൽ നിന്ന് കൃത്യമായ ലൈസൻസുകളും മറ്റു ചില പെർമിഷൻസും ചില നോംസ് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ
ചെയ്തിരിക്കണം. ലൈസൻസുകൾ എടുക്കുന്നത് നമ്മളുടെ ഗുഡ്വില്ലിന് പോലും വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. നമ്മൾ പ്യുവർലി ലീഗലായിട്ടാണ് ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ലൈസൻസുകളും മറ്റ് സർട്ടിഫിക്കേഷൻസും എല്ലാം. വൺസ് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ്സ് നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് അതിന് ഊരിപ്പോരുന്ന പ്രശ്നമാണ്. അത് മാത്രമല്ല, വൺസ് അതോറിറ്റീസിന്റെ അടുത്ത് നമ്മൾ ഒരു ബ്ലാക്ക് ലിസ്റ്റ് പെട്ടുപോയി കഴിഞ്ഞാൽ അനുബന്ധിച്ചുള്ള മറ്റ് ബിസിനസ്സുകളുടെ ലൈസൻസുകളൊക്കെ കിട്ടാൻ കുറെ അധികം സ്ക്രൂട്ടണികൾ കഴിഞ്ഞ് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് ആവശ്യമുള്ള എല്ലാ ലൈസൻസുകളും സർട്ടിഫിക്കേഷൻസും എല്ലാം എടുത്ത് ഗവൺമെന്റ് അതോറിറ്റീസിന്റെ കൃത്യമായ അനുഭവത്തോടുകൂടി ഒരു ബിസിനസ് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. പലരും കാണിക്കുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് ഇഗ്നോറിംഗ് കോമ്പറ്റീഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഇഗ്നോറിംഗ് കോമ്പറ്റീറ്റേഴ്സ് പ്രാക്ടീസസ് എന്നുള്ളത്. നമ്മുടെ എതിരാളികളുടെ ചലനങ്ങളെ പറ്റി ബോധവാന്മാരാകുക എന്നുള്ളത് ഒരു ബിസിനസ് തന്നെ സംബന്ധിച്ചാലും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു എലമെന്റ് ആണ്. എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത്, എന്താണ് എതിരാളികൾ ചെയ്യുന്നത്, അവരുടെ പ്രാക്ടീസസ് എന്താണ്, അല്ലെങ്കിൽ അവർ പുതുതായി അഡാപ്റ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം കൃത്യമായി പഠിക്കേണ്ടത് ഒരു ബിസിനസ്സുകാരന്റെയോ ബിസിനസിന്റെയോ അത്യാവശ്യ ഘടകമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് ലാക്ക് ഓഫ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു ബ്രെയിൻ ചൈൽഡിനെ നമ്മൾ ഒരു ആക്ഷൻ ലെവലിലേക്ക് എത്തിക്കുന്നു, നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ചേഞ്ചുകളെ ഒന്നും അഡാപ്റ്റ് ചെയ്യുന്നില്ല, ചേഞ്ചസിനെ ഒന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ നമ്മളുടെ ഒരേ ഐഡിയയ്ക്ക് മുകളിൽ സ്റ്റബേണായിട്ട് നിന്ന് കഴിഞ്ഞാൽ ബിസിനസ് അൾട്ടിമേറ്റ്ലി ഫെയിലായി മാറും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട്. ചേഞ്ചുകളെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ബിസിനസ്സുകാരന് വളരെ അത്യന്താപേക്ഷിത ഘടകമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റീഷന്റെ ഈ കാലഘട്ടത്തിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും അല്ലെങ്കിൽ അപ്ഡേഷൻസും വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെയുള്ളതാണ് പൂർ കസ്റ്റമർ സർവീസ് എന്നുള്ളത്. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങി, നമുക്ക് പെട്ടെന്ന് കുറച്ച് കസ്റ്റമേഴ്സ് ഓർഗാനിക്കലി വന്നു, അവരെ നമ്മൾ വീണ്ടും നമ്മുടെ കസ്റ്റമറായി നിലനിർത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആഫ്റ്റർ സെയിൽസ് സർവീസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരിക്കൽ വന്ന കസ്റ്റമർ എല്ലാ പ്രാവശ്യവും നമ്മുടെ കസ്റ്റമർ ആയിരിക്കുമെന്ന് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ല. അതിനുവേണ്ടി ചെയ്യേണ്ടത് അവർക്ക് വേണ്ട ലോയൽറ്റി പ്രോഗ്രാംസ് അല്ലെങ്കിൽ റിവാർഡ് പോയിന്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സ്ഥിരമുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ക്ലബ്ബുകളോ മറ്റു കാര്യങ്ങളോ മെമ്പർഷിപ്സുകളോ കൊടുക്കുക. ഇങ്ങനെ അവരെ ആകർഷിക്കുന്ന കുറെ അധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മിസ്റ്റേക്ക്. ആയിരക്കണക്കിന് കമ്പനികളാണ് ഊണ് പോലെ മുളയ്ക്കുന്നത്, പക്ഷേ 6 മാസത്തിന് 1 വർഷത്തിന് ശേഷം അതിലെ ഭൂരിഭാഗം കമ്പനികളും പൂട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് പേഷ്യൻസ് ആണ്. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മിനിമം പീരീഡ് നമ്മൾ ആ ബിസിനസ്സോ അല്ലെങ്കിൽ പ്രോസസ്സിനോ നൽകണം. ട്രസ്റ്റ് ദ പ്രോസസ് ആണ്. ഇത് ചൂണ്ടായിട്ട് മീൻ പിടിക്കുന്ന ഒരു കാര്യമല്ല ബിസിനസ് എന്ന് പറഞ്ഞത്. നമ്മൾ പറയാറില്ല എവറിത്തിങ് ടേക്സ് ഇറ്റ്സ് ഓൺ ടൈം. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഒരു സമയമുണ്ട്. നമ്മൾ കൃത്യമായ വർക്ക് ചെയ്തിരിക്കുക. നമുക്ക് ക്ഷമ വളരെ അത്യാവശ്യമാണ്. നമുക്കൊരു കസ്റ്റമർ ബേസ് ബിൽഡ് ചെയ്യാൻ കുറെ സമയമെടുക്കും, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ വെൻഡേഴ്സ് വരാൻ കുറെ സമയമെടുക്കും, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ്, നമുക്ക് റീറ്റെയിലേഴ്സിനോ, ചാനൽ സെയിൽസ് ആണെങ്കിൽ റീറ്റെയിലേഴ്സിനെ കിട്ടാനോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കിട്ടാനോ കൃത്യമായ സമയം വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രെഡിറ്റ് പീരീഡ്സ് കൊടുക്കേണ്ടി വരും വെൻഡേഴ്സിന്. ഇതിനൊക്കെ കൃത്യമായ സമയമുണ്ട്, ഇതിന്റെ പേയ്മെന്റ് ഒക്കെ തിരിഞ്ഞു വരാനൊക്കെ. പിന്നെ മാർക്കറ്റിൽ നമ്മൾ ബ്രാൻഡായി മാറാനും സമയമുണ്ട്. അത്രത്തോളം സമയം ഇതിനുണ്ടാകുമെന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം. ആ ക്ഷമ കാണിക്കണം. ആ ക്ഷമയില്ലാത്തവരാണ് പലരും 6 മാസം കൊണ്ടൊക്കെ കമ്പനി പൂട്ടിക്കിട്ടി പോകുന്നത്. പറഞ്ഞ പല കാര്യങ്ങളും പുതുതായി ബിസിനസ് തുടങ്ങുന്നവർ, അതായത് പ്രത്യേകിച്ച് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാതെ കയ്യിൽ നമുക്ക് ക്യാപിറ്റൽ ഉണ്ട്, എന്നാൽ ഒരു ബിസിനസ് തുടങ്ങിയേക്കാം എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. ബിസിനസ്സുകാരാവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. അവരെല്ലാം ഇത് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. ബിസ്ലോജിക്സിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം. ബിസ്ലോജിക്സ് എന്ന ചാനലും അതിലെ വീഡിയോസും അതിലെ കണ്ടന്റും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.